മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കെ എം ഷാജിയുടെ അടുത്ത പച്ചവർഗീയത നിങ്ങൾ കേട്ടോ? നിങ്ങൾ കേട്ടു. ജമാഅത്തെ ഇസ്ലാമിയെ പറയുക വഴി ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രി വകുപ്പ് മന്ത്രിയാവും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു മുസ്ലിം ആഭ്യന്തരമന്ത്രി ആവരുത്, ആയാൽ കുഴപ്പമാണ് എന്ന് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. വളരെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. രണ്ടാമത്തെ മെസ്സേജ് എന്താണ്? കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നത് പോലെയുള്ള തീവ്ര ചിന്താഗതിക്കാരാണ്. മൂന്നാമത്തെ മെസ്സേജ് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്ന് പറയുന്നതാണ്. വളരെ ആസൂത്രിതമായിട്ടാണ് ഒരു ഇസ്ലാമോഫോബിക് സ്റ്റേറ്റ്മെന്റ് ബാലൻ എടുക്കുന്നത്. നിങ്ങൾ കേട്ടോ എത്ര പച്ച വർഗീയത ഈ കെ എം ഷാജി വിളിച്ചു പറയുന്നത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രമുഖ മാധ്യമം അന്തിച്ചർച്ച നടത്തി? ഓരോ മലയാളികളും ചിന്തിക്കേണ്ടതാ, ബോധമുള്ള മലയാളിയും ചിന്തിക്കേണ്ടതാ. എത്ര നെറുകേടാണ്, എത്ര പച്ച വർഗീയതയാണ് ഈ വിളിച്ചു പറയുന്നത്? ഞാനൊരു ഇന്ത്യൻ മുസൽമാനാ. ഞാൻ കൃത്യമായിട്ട് മുന്നോട്ട് പറയാ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുമ്പോ എങ്ങനെയാണ് കെ എം ഷാജിയെ അത് ഒരു മുസ്ലിം ആഭ്യന്തരമന്ത്രിയാൽ പ്രശ്നമാണ് എന്ന് നിങ്ങൾ ഉളുപ്പില്ലാതെ പറയുന്നത്? എങ്ങനെയാണ് കെ എം ഷാജിയെ നിങ്ങൾ ഈ പറയുന്ന മുസ്ലിങ്ങൾ മൊത്തം ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞാൽ അത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാ, അത് കേരളത്തിലെ സകല മുസ്ലിങ്ങൾക്കെതിരെയല്ല. എങ്ങനെയാണ് കെ എം ഷാജിയെ നിങ്ങൾ ഉളുപ്പില്ലാതെ ജമാഅത്തെ ഇസ്ലാമിയെ പറയുമ്പോ അത് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും അത്തരത്തിലാണ് എന്ന് നിങ്ങൾ എങ്ങനെയാ കരുതുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഇങ്ങനെ ഉളുപ്പില്ലാതെ താങ്ങുന്നത്? ബോധവും വിവരവും വിവേകവുമുള്ള ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മുസൽമാനും ഒരു ജമാഅത്തെ ഇസ്ലാമി എന്ന വർഗീയ സംഘടനയ്ക്കെതിരെ പറഞ്ഞാൽ ഒരു ചുക്കും ഒരു പുല്ലുമില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. എന്നാൽ ഈ കെ എം ഷാജി എന്താ പറയുന്നത്? ജിഹാദികൾക്ക് കൂട്ടിക്കൊടുപ്പല്ലേ ഈ കെ എം ഷാജി നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന വർഗീയ ആഗോള ഭീകര ബന്ധമുള്ള നമ്മുടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആര് പറഞ്ഞാലും അതൊരു വർഗീയ സംഘടന തന്നെയാ. ആ വർഗീയ സംഘടന എന്ന് പറയുമ്പോ അത് മുസ്ലിങ്ങൾക്ക് എതിരെയാണ് എന്ന് എങ്ങനെയാണ് ഇത്ര ഉറപ്പില്ലാതെ കെ എം ഷാജി വിളിച്ചു പറയുന്നത്? കുറച്ച് മുമ്പേയൊക്കെ ഒന്നുമില്ലെങ്കിൽ രംഗത്ത് വരുമ്പോയെങ്കിലും ഈ മുസ്ലിം ലീഗൊക്കെ പുറത്തെത്തിയിട്ടെങ്കിലും വിളിച്ചു പറയാറുണ്ടായിരുന്നു, ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ്, ഇതാണ്, അതിനെ എതിർക്കണമെന്ന്. എന്നാൽ കെ എം ഷാജിയുടെയൊക്കെ കാലമായപ്പോയേക്ക്, പ്രത്യേകിച്ച് കഴിഞ്ഞ 5-10 വർഷക്കാലമായപ്പോയേക്ക് ഈ പറയുന്ന മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും SCPI-യും സകല ടീമും ഇപ്പോ ഒറ്റക്കെട്ടാണ് എന്നുള്ളതല്ലേ നമ്മൾ ഈ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കേണ്ടത്? ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ UDF അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം കണ്ടിട്ട് തന്നെയാ മുസ്ലിം ലീഗ് ഇത്തരം പ്രസ്താവനയായിട്ട് മുന്നോട്ട് വന്നത്. അതിനെന്താ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? കൃത്യമായിട്ട് കേരളത്തിലെ സകല ജിഹാദി സംഘടനകളെയും തങ്ങൾക്കൊപ്പം ചേർത്തിയിട്ട് തങ്ങൾ അതിന് ലീഡ് ചെയ്തോണ്ടിരിക്കുക. പറയുന്ന കെ എം ഷാജി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് സംവിധാനമാണ് ഇപ്പോ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, SCPI സകലതിനെയും ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് കൃത്യമായിട്ട് കോൺഗ്രസിൽ നിന്ന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുക്കോ? മാത്രമല്ല, മുഖ്യമന്ത്രി മുസ്ലിം ലീഗിന്റെ പാണക്കാട് നിന്ന് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രമേ കോൺഗ്രസ് മുന്നോട്ട് പോകൂ. അതാ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. എത്ര ഉളുപ്പില്ലാതെ, എത്ര വലിയ പച്ചവർഗീയതയാ ഈ കെ എം ഷാജി പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞാല്, ഹമാസ് എന്ന ഭീകര സംഘടനക്കെതിരെ പറഞ്ഞാല് ഇത് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്നൊക്കെ പറയാൻ ഉളുപ്പില്ല കെ എം ഷാജി. അല്ല, ഈ കെ എം ഷാജി നാളെ ലഷ്കർ-ഇ തൊയ്ബ എന്ന ഭീകര സംഘടനക്കെതിരെ നമ്മുടെ രാജ്യം നിലപാട് പ്രഖ്യാപിച്ചാലും അതും മതത്തിനെതിരാണ് എന്ന് പറഞ്ഞ് ഉളുപ്പില്ലാതെ ഷാജിയൊക്കെ രംഗത്തെത്തുമോ? അത്തരത്തിലല്ലേ നമുക്ക് ഈ പ്രസ്താവനയൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ബംഗ്ലാദേശിലേക്ക് നോക്കണോ, ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും നേരെ നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ആ ജമാഅത്തെ ഇസ്ലാമിയാണ് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ ഇങ്ങനെ പിന്തുണച്ച് മുന്നോട്ട് വന്ന് ആഗോള തലത്തില് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരൊറ്റ സാധന. അത് ബംഗ്ലാദേശിൽ വേറെ, ഇവിടെ വേറെ എന്നൊന്നുമില്ല. ലോകം മൊത്തം ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരൊറ്റ സംവിധാന. അവർക്ക് മതരാഷ്ട്രവാദം തന്നെയാ അവരെക്കാലത്തും ഉയർത്തിപ്പിടിക്കാറുള്ളത്. ഈ കോൺഗ്രസിലേക്ക് ഈ മുസ്ലിം ലീഗാണ് ഇപ്പൊ നിയന്ത്രിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യ, വെറുതെ അല്ല.
നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയിട്ട് കേരള പൊതുസമൂഹത്തോട് വലിയ പ്രഖ്യാപനം നടത്തിയത്. കേരളത്തിൽ LDF-ഓ UDF-ഓ ഭരിച്ചു മുന്നോട്ട് പോയാൽ കേരള ജനതക്ക് സുരക്ഷയോടുകൂടി മുന്നോട്ട് പോവാൻ സാധിക്കോ? കാരണം വ്യക്തമാക്കുന്നുണ്ട്. ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട്, SDPI, ജമാഅത്തെ ഇസ്ലാമി ഇവരെ പ്രേരിപ്പിച്ചാണ് കേരളത്തിലെ ഇടത് വലത് കേന്ദ്രങ്ങളിൽ മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മുടെ ആഭ്യന്തരമന്ത്രി നമ്മുടെ കേരളത്തിലെത്തിയിട്ട് ഇതുപോലെ പ്രഖ്യാപിക്കുന്നത് വെറുതെ അങ്ങ് പ്രഖ്യാപിക്കുന്നതല്ല. നമ്മുടെ രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികള് കൃത്യമായിട്ട് കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ റിപ്പോർട്ടിനനുസരിച്ച് മാത്രമേ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പ്രസംഗിക്കൂ. ആ പ്രസംഗം ഒന്ന് കേട്ടാൽ വളരെ വ്യക്ത. നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന ഇവരെയൊക്കെ പ്രേരിപ്പിച്ച് ഭരണം വരുമ്പോൾ ഇവിടെ സുരക്ഷിതത്വം ഉണ്ടാവോ എന്നുള്ളതാ. അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് സുരക്ഷിതത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ? ബോധവും വിവരവും വിവേകവുമുള്ള ജനതയോട് മതഭേദമന്യേ അവർക്കൊപ്പം നിൽക്കാനാ അമിത്ഷാ കഴിഞ്ഞ ദിവസം പോലും കേരളത്തിലെത്തിയിട്ട് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം തീരുമ്പോഴേക്ക് നിങ്ങൾ കണ്ടില്ലേ KM ഷാജിയൊക്കെ വിളിച്ചു പറയുന്നത് എത്ര ശരിയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് എത്രത്തോളം വലിയ ശരിയാണ് എന്നുള്ളത് ഈ പറയുന്ന KM ഷാജിയൊക്കെ പ്രസംഗിച്ചതൊന്ന് കേട്ടാൽ പോരെ. ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒരു മുസൽമാന് ഈ പറയുന്ന KM ഷാജി പറഞ്ഞതിനെ അനുകൂലിക്കാൻ സാധിക്കൂല. പക്ഷേ ജിഹാദികൾക്ക് സാധിക്കൂ. അത്തരം ആളുകളെ വലിയ രീതിയിൽ ഇവിടെ വളർന്നു കഴിഞ്ഞു കേരളത്തില്. അത്തരം ആളുകളെ പിന്തുണയ്ക്ക്, അത്തരം ആളുകളുടെ വോട്ട് കിട്ടാന് വലിയ പ്രഖ്യാപനം. ഇതൊക്കെ സാധാരണ മുസ്ലിങ്ങളെ KM ഷാജിയൊക്കെ ഭയപ്പെടുത്തുക. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞാലും മതത്തിനെതിരെയാണ് എന്നൊക്കെ പറയുന്നതിലെ KM ഷാജിയുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണ മുസ്ലിങ്ങളെ, രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സാധാരണ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തിയിട്ട് സകല വോട്ടും തങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യ ഈ പറയുന്ന KM ഷാജിയൊക്കെ ഉളുപ്പില്ലാതെ പച്ചവർഗീയത തൊപ്പിക്കൊണ്ട് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊന്നും തുറന്നു കാണിക്കാൻ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമവും രംഗത്ത് വരുന്നില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യവും കേരളത്തിലെ സകല ബോധമുള്ള സകല ആളുകളും മതഭേദമന്യേ തിരിച്ചറിയണോ. സകല ആളുകളും തിരിച്ചറിയണോ. ഇത് നമ്മുടെ നാടിന് അപകട. ഈ KM ഷാജി ഉണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരെ പറഞ്ഞാല്, ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരെ പറഞ്ഞാല്, ഈ SDPIക്ക് എതിരെ പറയുമ്പോ അത് മതത്തിനെതിരെയാണ് എന്ന തരത്തിലുള്ള ആ ഒരു പ്രഖ്യാപനം ഉണ്ടല്ലോ, അതിന് KM ഷാജി എന്നല്ല ഏതൊരാള് ഏത് ആള് വിളിച്ചു പറഞ്ഞാലും അത് അങ്ങേയറ്റത്തെ നിറികേടാണ്. അത് നമ്മുടെ നാടിന് അപകടമാണ്. നമ്മുടെ നാടിനെ തന്നെ ഭിന്നിപ്പിക്കുന്നതിന് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വർഗീയ സംഘടനയാണ്. ഒരു തർക്കവും ഇല്ലാത്ത വിഷയ. അതിൽ ഏത് KM ഷാജി ഇറങ്ങി വെളുപ്പിച്ചാലും ബോധമുള്ള മതഭേദമന്യേ സകല ജനതയും പുച്ഛിച്ച് തള്ളും.